പതിറ്റാണ്ടുകൾക്ക് ശേഷം പാകിസ്ഥാൻ വീണ്ടും വിഭജിക്കപ്പെടുന്നു. വിഭജനം എന്ന വാക്കു കേൾക്കുമ്പോൾ തന്നെ പാകിസ്ഥാന്റെ ഓർമ്മയിൽ ആദ്യമെത്തുന്നത് 1971 കിഴക്കൻ പ്രവിശ്യ നഷ്ടപ്പെട്ട സംഭവമാണ്. എന്നാൽ ഇന്ന് പാകിസ്ഥാനിൽ ചർച്ചയാകുന്ന വിഭജനം ഭരണപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. നിലവിലെ പാകിസ്ഥാൻ ഭരണകൂടം ഈ വിഭജന നീക്കം സജീവമായി പിന്തുടരുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. ഈ നീക്കം ഭരണം മെച്ചപ്പെടുത്താനും സേവനങ്ങൾ കാര്യക്ഷമമാക്കാനും സഹായിക്കുമെന്നാണ് കണക്കുകൂട്ടുന്നത്. നിലവിലെ 4 പ്രവിശ്യകളെ വിഭജിച്ച് പുതിയവ രൂപീകരിക്കാനാണ് പാകിസ്ഥാൻ സർക്കാർ ലക്ഷ്യമിടുന്നത്. ഈ നീക്കത്തെ ചില സഖ്യകക്ഷികൾ പിന്തുണയ്ക്കുമ്പോൾ സിന്ധ് പ്രവിശ്യയുടെ വിഭജനത്തെ ചൊല്ലി ശക്തമായ രാഷ്ട്രീയ എതിർപ്പുകളും ഉയരുന്നുണ്ട്. ഫീൽഡ് മാർഷൽ അസീം മുനീർ, പ്രധാനമന്ത്രി ഷഹ്ബാസ് ഷെരീഫ് എന്നിവരുടെ സഖ്യ സർക്കാർ ബലൂചിസ്ഥാൻ, ഖൈബർ പഖ്തൂൺഖ്വ എന്നീ പ്രവിശ്യകളിൽ നിന്നുള്ള ശക്തമായ സ്വാതന്ത്ര്യവാദം ഉൾപ്പെടെയുള്ള കടുത്ത എതിർപ്പുകൾ നേരിടുന്നതിനിടെയാണ് ഈ ഭരണപരമായ വിഭജന നീക്കവും വരുന്നത്. ഭരണപരമായ നിയന്ത്രണം ശക്തിപ്പെടുത്താനും പൗരന്മാർക്ക് മെച്ചപ്പെട്ട സേവനങ്ങൾ നൽകാനും ഈ നീക്കം സഹായിക്കുമെന്ന് ഇസ്തെഹ്കാം-ഇ-പാകിസ്ഥാൻ പാർട്ടി നേതാവ് കൂടിയായ അബ്ദുൽ അലി ഖാൻ പറഞ്ഞു. നിലവിലുള്ള സിന്ധ്, പഞ്ചാബ്, ബലൂചിസ്ഥാൻ, ഖൈബർ പഖ്തൂൺഖ്വ എന്നീ ഓരോ പ്രവിശ്യകളിൽ നിന്നും 3 പ്രവിശ്യകൾ വീതം സൃഷ്ടിക്കാനാണ് പദ്ധതി. പ്രധാനമന്ത്രി ഷഹ്ബാസ് ഷെരീഫിന്റെ സിവിലിയൻ സർക്കാരിന്റെ ഭാഗമാണ് അബ്ദുൽ അലീം ഖാന്റെ പാർട്ടിയായ IPP എങ്കിലും ഈ സർക്കാരിലെ ഒരു പ്രധാന കക്ഷിയായ ബിലാവൽ ഭൂട്ടോ സർദാരിയുടെ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി സിന്ധ് പ്രവിശ്യയുടെ വിഭജനത്തെ പരമ്പരാഗതമായി എതിർക്കുന്ന പാർട്ടിയാണ്. സിന്ധ് പ്രവിശ്യയെ വിഭജിക്കാനോ 3ആയി തിരിക്കാനോ ഉള്ള ഒരു നീക്കവും തങ്ങളുടെ പാർട്ടി അംഗീകരിക്കില്ലെന്ന് സിന്ധ് മുഖ്യമന്ത്രിയും PPP നേതാവുമായ മുറാദ് അലി ഷാ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എങ്കിലും സഖ്യകക്ഷികളായ IIP, സിന്ധ് ആസ്ഥാനമായുള്ള മുത്തഹിദ ഖൗമി മൂവ്മെന്റ് പാകിസ്ഥാൻ എന്നിവയുൾപ്പെടെ നിരവധി പാർട്ടികളും ഇത്തവണ ഈ നിർദ്ദേശത്തെ പിന്തുണയ്ക്കുകയാണ്. പുതിയ പ്രവിശ്യകൾക്കായി ഭരണഘടനാ ഭേദഗതിയിലൂടെ ശ്രമിക്കുമെന്ന് മുത്തഹിദ ഖൗമി മൂവ്മെന്റ് പാകിസ്ഥാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ പ്രവിശ്യകളുടെ എണ്ണം കൂട്ടുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നടന്നുവരികയാണ്. 1957 സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ രാജ്യത്ത് 5 പ്രവിശ്യകളായിരുന്നു ഉണ്ടായിരുന്നത്. കിഴക്കൻ ബംഗാൾ, പടിഞ്ഞാറൻ പഞ്ചാബ്, സിന്ധ്, വടക്കു പടിഞ്ഞാറൻ അതിർത്തി പ്രവിശ്യ, ബലൂചിസ്ഥാൻ എന്നിവയായിരുന്നു അത്. 1971 വിമോചന യുദ്ധത്തിനു ശേഷം കിഴക്കൻ ബംഗാൾ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് ബംഗ്ലാദേശായി തീർന്നു. വടക്കു പടിഞ്ഞാറൻ പ്രവിശ്യ ഖൈബർ പഖ്തൂൺഖ്വ എന്നും പുനർനാമകരണം ചെയ്യപ്പെട്ടു. സിന്ധും ബലൂചിസ്ഥാനും മാറ്റമില്ലാതെ തുടർന്നു. പുതിയ പ്രവിശ്യകളിൽ നിരന്തരം സംഘർഷം നടക്കുന്ന സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ കൂടുതൽ പ്രവിശ്യകളായി തരംതിരിക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. എന്നാൽ ഇത് ഗുണത്തേക്കാളേറെ ദോഷമാകും എന്നുള്ള സൂചനകളാണ് വിദഗ്ധർ നൽകുന്നത്. രാജ്യത്തെ ഇനിയും വിഭജിക്കുന്നതിലൂടെ അസമത്വങ്ങൾ കൂടുതൽ വഷളായേക്കുമെന്നും അവർ പറഞ്ഞു. പുതിയ പ്രവിശ്യകൾ സൃഷ്ടിക്കുന്നതിലൂടെ രാജ്യത്ത് കൂടുതൽ സാമ്പത്തിക പ്രശ്നമുണ്ടായേക്കാമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്.